മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. കേന്ദ്ര വായ്പയുടെ വിനിയോഗവും തുക ചെലവഴിക്കാൻ സമയം നീട്ടിച്ചോദിക്കുന്നതും ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആർ ശ്രീയത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീയത്ത്, മുണ്ടക്കൈ ചൂരൽമല ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പുനരധിവാസം, അതിൽ കേന്ദ്രം അനുവദിച്ച വായ്പ, അത് ഏത് രീതിയിൽ സമയബന്ധിതമായി വിനിയോഗിക്കണം എന്നതൊക്കെയുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? അന്തിമ തീരുമാനം ഉണ്ടായിട്ടുണ്ടോ യോഗത്തിൽ? പ്രജിൻ, വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച യോഗം അല്പം മുമ്പാണ് സമാപിച്ചത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉള്ള സർക്കാർ നടപടികളുടെ ഒരു പൊതു അവലോകനവും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ അനുവദിച്ച വായ്പാ തുക എങ്ങനെ വിനിയോഗിക്കണം, പ്രത്യേകിച്ചും 1.5 മാസക്കാലം മാത്രമേ ഇനി സാമ്പത്തിക വർഷം തീരാൻ ബാക്കിയുള്ളൂ. ഈ സാമ്പത്തിക വർഷത്തിന് മുമ്പ് പണം ചെലവഴിക്കണമെന്ന നിബന്ധനയോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ 529.50 കോടി രൂപ വായ്പയായിട്ട് അനുവദിച്ചത്. ഈ വായ്പാ തുക അനുവദിക്കുന്ന കാര്യത്തിൽ, ഈ വായ്പാ തുക എങ്ങനെ വിനിയോഗിക്കണമെന്ന കാര്യത്തിൽ രാവിലെയും സെക്രട്ടറി തലത്തിൽ മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തി. അതിനുശേഷമാണ് ഉന്നതതല യോഗം 5 മണിക്ക് ചേർന്നത്. ഇപ്പോൾ യോഗ തീരുമാനങ്ങൾ അല്പസമയത്തിനകം നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും തുക വിനിയോഗവുമായി ബന്ധപ്പെട്ട് 1-2 ഓപ്ഷനുകൾ സർക്കാരിന് മുമ്പിലുണ്ടായിരുന്നു. ഒന്ന്, ഫണ്ട് പാർക്ക് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിന് ഇതിൽ ഇളവ് നേടി സമീപിക്കുക എന്നതാണ്. ഇതിലേത് മാർഗ്ഗമാണ് സർക്കാർ തിരഞ്ഞെടുത്തത് എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം വിവരം നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, ആ ശ്രീത്താണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്.